കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു വീണ് മരിച്ച മിഥുവിന് കണ്ണീരോടെ നാട് വിട ചൊല്ലുന്നു. മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചു. സംസ്കാരം 11 മണിക്ക് വീട്ടുവളപ്പിൽ. അപകടത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇന്ന് തുടങ്ങും. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശി 17-കാരിക്ക് നിപ്പയെന്ന സംശയം. സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഡോക്ടർമാർ നിരീക്ഷണത്തിൽ. പെൺകുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഈ മാസം 1-ന്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി US കോൺഗ്രസ്. ബില്ലിൽ ട്രംപ് വൈകിട്ട് ഒപ്പുവെക്കും. ബില്ല് അമേരിക്കയുടെ കുടിയേറ്റ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം ലക്ഷ്യമിട്ട് ചരിത്ര നേട്ടമെന്ന് ട്രംപ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിലെ നിലപാട് കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കണമെന്ന് കോടതി. വായ്പ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമില്ലെന്ന കേന്ദ്ര നിലപാടിൽ അതൃപ്തി. പ്രതീക്ഷയോടെ ദുരന്തബാധിതർ. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെയും മകൾ വീണ ടിയുടെയും സത്യവാങ്മൂലങ്ങൾ കോടതിക്ക് മുന്നിൽ. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റിൽ കാലിടറി ഇംഗ്ലണ്ട്. 1ാം ഇന്നിംഗ്സിൽ 77 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടം. തുടർച്ചയായി 2ാം വിക്കറ്റുകൾ വീഴ്ത്തി പകരക്കാരനായി എത്തിയ ആകാശ് ദീപ് സിംഗ്. ഇന്ത്യ 587 റൺസോടെ മികച്ച നിലയിൽ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. ഗില്ലിന്റേത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ.